എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മുരിങ്ങയില, കുറച്ച് തൈര്, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടുമ്മേന്ന് നമ്മൾ ഈ ഇല മാത്രമായിട്ട് എടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കഴുകാം. ഇലയൊക്കെ ഉരിയെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊരു പിടി ഇലയുള്ളൂ. ഇത് മതി നമുക്ക്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കഷ്ടിയേ ഉള്ളൂ അത്രയും തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി, തേങ്ങയും തൈരും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഞാനിവിടെ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു പച്ചമുളക്. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടേ, ഒരു പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി വെക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കും. ഒന്നിളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് വാടിക്കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനിയുണ്ടേ, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തൈരും തേങ്ങയും കൂടെ അരച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള കയറി വന്നോട്ടെ. അപ്പം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ചെറുതായിട്ട് തിള കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ഈ കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ കറി വളരെ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്. ഇവിടെ റെഡിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിന്ന് തിരുപ്പതിക്ക് പോവുകയാണ്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൺഡേ ഈവനിങ് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.